ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന അപകടം സംഭവിച്ച വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് പ്രതീക്ഷകളോടെ ആ വിമാനത്തിൽ കയറിയ പല ആളുകളും അവരുദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്കല്ല എത്തിച്ചേർന്നത്. പല ആളുകളും പല പ്രതീക്ഷകളോടെ ആ വിമാനത്തിൽ കയറിയെങ്കിലും അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു അപകടത്തിൽ രാജ്യം ഒന്നടങ്കം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ സന്തോഷിക്കുന്ന ചില നികൃഷ്ട ജീവികളുണ്ട്. അത്തരത്തിൽ ഒരു നികൃഷ്ട ജീവിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇപ്പോഴും വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിഷയം ഒന്ന് ചുരുക്കി പറയാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്നു. ആ ഫ്ലൈറ്റിൽ ഒരുപാട് ഇന്ധനം നിറച്ചിട്ടുണ്ട്, കാരണം ഇത് UK വരെ പറക്കേണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ വിമാനം നിലംപരിശാവുന്നു. അതിനകത്തുനിന്ന് ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചുള്ളൂ. ഒരുപാട് ഇന്ത്യൻ പൗരരും മറ്റു രാജ്യത്തുള്ള പൗരന്മാരും ആ വിമാനത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു കുട്ടിയും അതിനകത്തുണ്ടായിരുന്നു, പത്തനംതിട്ട ജില്ലയിൽ നിന്നും. ആ കുട്ടിയും ആ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടു. നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് നികൃഷ്ട ജീവിയിലേക്ക് പോകാം. ഒരു കാര്യമാണ്. ഈ അപകടത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ മലയാളി മരിച്ചിരിക്കുന്നു. UK നഴ്സായ രഞ്ജിതയാണ് മരിച്ചത്. അല്പസമയം മുൻപാണ് ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയത്. അങ്ങനെ ഔദ്യോഗികമായി ആ വിവരം ലഭിക്കുകയായിരുന്നു. അതിപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നു. അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ആ കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത. നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ ഒരു വിമാന അപകടത്തിൽ മരണപ്പെടുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മളിൽ പലർക്കും വിഷമം ഉണ്ടാകും. ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരും. എന്നാൽ ചില ആളുകൾ ഇത്തരത്തിലുള്ള ദുഃഖം സംഭവിക്കുമ്പോഴത്തേനും, ഒരു അപകടം സംഭവിക്കുമ്പോഴത്തേനും അതിൽ സന്തോഷിക്കാൻ എന്താണ് മാർഗം എന്നാണ് ചിന്തിക്കുന്നത്. അത്തരത്തിൽ ഒരാൾ സന്തോഷിച്ചു, ആ സന്തോഷിച്ച ആൾ ഇന്ന് ഏറിക്കയറി. അപ്പം നമുക്ക് ആ സന്തോഷിച്ച വാർത്തയും കൂടെ ഒന്ന് കണ്ടിട്ട് അയാൾ 4 അപരാധം നമുക്ക് പറയാം. ത്തിലായിരിക്കുമ്പോൾ അതിനോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ അശ്ലീല പോസ്റ്റ് ഇട്ടത്. അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ അശ്ലീല കമന്റ്. പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ച് തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ഡെപ്യൂട്ടി തഹസിൽദാരാണ് ഇങ്ങനൊരു കമന്റ് ഉണ്ടാക്കിയത്. ആ കമന്റിലേക്ക് നമുക്ക് വരാം. അതായത് രഞ്ജിത എന്ന് പറയുന്ന ഒരു കുട്ടി മരിക്കുന്നു. കുട്ടി മരിക്കുമ്പോഴത്തേനും ഇയാളിട്ട അശ്ലീല കമന്റുകൾ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള കമന്റുകളാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ഇടുന്നത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വകതിരിവെന്ന് പറയുന്ന സാധനം ലെവലേശമില്ലാത്ത ഇമാതിരി സാമാനങ്ങളെയൊക്കെ പിടിച്ച് ജോലിയിൽ, ഗവൺമെന്റ് ജോലിയിൽ കയറ്റി ഇരുത്തിയിട്ടുള്ള ആളുകളെ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ബാക്കിയോടെ കേൾക്കാം. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, യഥാർത്ഥത്തിൽ അപമാനം ഇത്തരം ഉദ്യോഗസ്ഥരാണ്, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷെ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ജാതീയമായി അപമാനിക്കുന്ന രീതിയിലും അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. ഈ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാറാണെങ്കിൽ പവിത്രൻ എന്നാണ് പേര്. ഫേസ്ബുക്ക് വഴിയാണ് ഈ രഞ്ജിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഈ കമന്റ് ഇട്ടത്. അതായത് ഈ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റ് വന്നത്. ഏതായാലും ഈ പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ച് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞങ്ങാട് MLA-ക്കെതിരെ സമാനമായ രീതിയിൽ ഇദ്ദേഹം പരാമർശം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് സസ്പെൻഷൻ ഉൾപ്പെടെ ലഭിച്ചൊരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ. വീണ്ടും സസ്പെൻഷനൊക്കെ MLA-ക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ മേക്ക് ചെയ്തതിന്, അല്ലെങ്കിൽ ഇത്തരം അശ്ലീലങ്ങൾ പറഞ്ഞതിന് സസ്പെൻഷൻ വരെ കിട്ടിയ വളരെ വകതിരിവുള്ളൊരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഈ പവി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ഈ പുള്ളിക്കാരനെ ഇപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് പുള്ളി ഇട്ട പോസ്റ്റിലേക്ക് കിടക്കാം. പുള്ളി ആദ്യം ഇട്ട പോസ്റ്റ്, ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചിറക്കി. പുള്ളി പറയുന്ന കേട്ടത്തൊന്നും പൈലറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഇടിച്ചിറക്കിയാണ്. പ്രിയ സുഹൃത്തെ, ആ വാഹനത്തിന് അല്ലെങ്കിൽ ആ പ്ലെയിന് സംഭവിച്ച തകരാർ എന്താണെന്ന് ഇതുവരെ ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടില്ല. അപ്പോഴാണ് ഒരു മരണം സംഭവിച്ചു. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുമ്പോഴത്തേനും പ്രതികരിക്കുന്ന രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രതികരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന, ഒരുപാട് ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇമാതിരി അപരാധം പറയുന്നത്. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് UK പോയതാണ്. ഒന്നും തോന്നിയില്ല.
എല്ലാവർക്കും ആദരാഞ്ജലികൾ. അപ്പോൾ കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും മറ്റൊരാൾക്ക് കിട്ടേണ്ട അവസരം കളഞ്ഞ് ഇവർ പോയതിലാണ് ഈ പുള്ളിക്കാരുടെ ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഈ ഒരു അരിഷ്ടം നമ്മുടെ പവി ബ്രോയ്ക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ജോലി തുടരുന്നത്? മറ്റ് എഫിഷ്യൻ്റ് ആയിട്ടൊരു ഉദ്യോഗസ്ഥൻ വർക്ക് ചെയ്യേണ്ട സ്ഥലത്താണ് താങ്കൾ കയറിയിരുന്ന് ഇമാതിരി അപരാധങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പുള്ളിക്കാരൻ ഇതിന് താഴെ മറ്റൊരു ഈ ആദരാഞ്ജലി പോസ്റ്റിന് താഴെ മറ്റൊരു കമൻറ്റും കൂടെ ഉണ്ടാക്കിയെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ല, വലിയ സാധനം നോക്കിപ്പോയതാണ്. എന്താണ് ഇവനെ പറയേണ്ടത്? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും, ഇവനെ ഞാൻ എന്താ പറയേണ്ടത്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ ആളുകൾക്കെതിരെ സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പലതും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ബോധം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ മാത്രമല്ല, എന്ത് പറയാൻ പാടില്ലയോ അതെല്ലാം പറയുന്ന ഒരുത്തനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ. അപ്പോൾ ഇവൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട്, ഞാൻ ഒരിക്കലും പ്രായത്തിന് മൂത്ത ആളെ ഇവനൊന്നും വിളിക്കുന്നില്ല, പക്ഷേ അങ്ങനെ തന്നെ വിളിക്കണം. ഇവൻ്റെ അടുത്ത് ഒരു സഹായത്തിന് വരുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വരുന്നൊരു കസ്റ്റമറിനോട് അല്ലെങ്കിൽ ഒരാളോട് ഇവനൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ. ഇദ്ദേഹത്തിനെ പല ആളുകളും വിളിച്ചു, പക്ഷെ പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ നമ്പർ ഇതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ആ മാന്യ വ്യക്തി എന്ന് പറയുന്ന ആൾ. പുള്ളിക്കാരൻ ഏതോ കുറേ ചേച്ചിമാരുടെയൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരന് പ്രധാനമായിട്ടും 2 ഫേസ്ബുക്ക് ഐഡികളുണ്ട്. ഇതിനകത്ത് ഒന്ന് പവിത്രൻ എന്ന് പറയുന്ന ഐഡിയും ഒന്ന് പവി എന്ന് പറയുന്ന ഐഡിയും. ഈ പവി എന്ന് പറയുന്ന ഐഡിയിലൂടെയാണ് ഇവൻ വന്ന് അപരാധം പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് മുഖം രക്ഷിക്കാനായിട്ട് പുള്ളിക്കാരനെ വീണ്ടും സസ്പെൻഡ് ചെയ്തു. വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വെള്ളിക്കുന്ന് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സസ്പെൻഡ് ചെയ്തു. എന്തെങ്കിലും ഗുണമുണ്ടാവും സസ്പെൻഡ് ചെയ്തിട്ട്? ഇയാൾ ഓൾറെഡി MLA അപരാധം പറഞ്ഞു, ഇയാളെ സസ്പെൻഡ് ചെയ്തു. ഓക്കെ, കറക്റ്റ് ആണല്ലോ. അതിനുശേഷം ആ സസ്പെൻഷനിൽ തീർന്നിട്ട് ഇയാൾ വീണ്ടും ജോലിയിലേക്ക് കയറി. കറക്റ്റാണേ. ജോലിയിലേക്ക് കയറിയിട്ട് ഇയാൾ വീണ്ടും ഉടനെ തന്നെ അടുത്ത നടന്നൊരു വിഷയത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രൊവോക്കേഷനായിട്ടൊരു പ്രസ്താവന നടത്തുന്നു. വീണ്ടും സസ്പെൻഡ് ചെയ്തേ വീണ്ടും ഇയാൾ കുറേ നാൾ പുറത്തിരിക്കുന്നു, തിരിച്ചകത്ത് കയറി. ഇയാൾ നന്നാവും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇതിനെതിരെ കൃത്യമായ നടപടികൾ ഇവിടെ എടുക്കണം. ഒരു തവണ അച്ചടക്ക നടപടി എടുത്തു, അയാൾ നന്നായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത അച്ചടക്ക നടപടി ശരിയായിട്ടില്ല, ഇവനെയൊക്കെ ജോലിയിൽ നിന്ന് എടുത്ത് ഡിസ്മിസ് ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവൻ പറഞ്ഞ പോലെ തന്നെ അർഹതയുള്ള ഒരാളെ പിടിച്ച് ആ പോസ്റ്റ് എഴുതണം. ഒരാൾ അവസരം കളഞ്ഞു എന്നല്ലേ പറഞ്ഞേ? ഇത് മാത്രമല്ല, ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ, അതായത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വിമാനാപകടമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരുത്തന്നെ എഡിറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുത്തം വന്നിട്ട് പാകിസ്ഥാൻ കീ ചെയ്യുന്ന ഈ ഒരു സമയത്ത് കമൻ്റ് ഇട്ടേക്കുക. ഇങ്ങനെയുള്ള കുറേ മരവാഴകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും പിടുത്തമില്ല. രാജ്യം മൊത്തം ഒരു ദുരന്തം സംഭവിച്ചിട്ട് അതിൻ്റെ പുറകെ പോകുന്നു. പല ആളുകളും വാർത്തയെ കാണുന്നു, പല ആളുകളും ദുഃഖത്തിൽ എടാ നീയൊന്നും ദുഃഖിക്കണ്ട, ദുഃഖത്തിൽ പങ്കുചേരണ്ട. ഒന്ന് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കാമോ? ഉപദ്രവിക്കാതിരിക്കാമോ? ഏതായാലും ഇദ്ദേഹത്തിനുള്ള നമ്മുടെ പ്രിയങ്കരനായ പവിക്കുള്ള മറുപടി നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ഇട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാന്യൻ, ഇതുപോലൊരു മാന്യനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയില്ല. ഏതായാലും സസ്പെൻഷനിൽ നിർത്തല്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റും. ബൈ.